വെൽക്കം ടു പ്ലാന്റ് സപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ മൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോഡൽ MCQs പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗൈ പ്രൊഡ്യൂസസ് കൊനീഡിയ? കൊനീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗസ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം ഈ ഒരു കൊനീഡിയ എന്ന് പറയുന്നത് ഒരു അസെക്ഷുവൽ സ്പോർ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ എല്ലാ ക്ലാസ്സിലും വരുന്ന അസെക്ഷുവൽ ആൻഡ് സെക്ഷുവൽ സ്പോർസ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. പിന്നെ അതായത് അസെക്ഷുവൽ മെത്തേഡ്സ് റീപ്രൊഡക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കൊനീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ഏതൊക്കെ കാറ്റഗറിയിലാണ്, അതായത് ഏതൊക്കെ ക്ലാസ്സസ് ആണ് മെയിൻ ആയിട്ട് കൊനീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആസ്കോമൈസീഡ്സും ബെസിഡിയോമൈസീഡ്സും ആണ് കൊനീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആസ്കോ ആൻഡ് ബെസിഡിയോമൈസീഡ്സ് ആണ് കൊനീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ താഴെ തന്നിരിക്കുന്ന എക്സാമ്പിൾസിൽ ആസ്കോമൈസീഡ്സിൽ വരുന്ന എക്സാമ്പിൾ ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ താഴെ തന്നിരിക്കുന്നവയിൽ ആസ്കോമൈസീഡ്സ് അല്ലെങ്കിൽ ബെസിഡിയോമൈസീഡ്സ് ഏതെങ്കിലും എക്സാമ്പിളിൽ വരുന്ന ആരാ ഉള്ളത്? പെനിസിലിയം ആണല്ലേ ഉള്ളത്. ആൻസർ പെനിസിലിയം ആണ് വരിക. ആസ്കോമൈസീഡ്സ് ലൈക്ക് പെനിസിലിയത്തിലാണ് കൊനീഡിയ പോലുള്ള റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നത്. ബാക്കിയുള്ള കാറ്റഗറീസ് ഈ ഒരു റൈസോപ്പസ് ന്യൂക്കർ ബിലോങ് ചെയ്തിട്ടുള്ളത് ഏതാണ്? സൈഗോമൈസീഡ്സിലാണ്. ഓക്കെ, സൈഗോമൈസീഡ്സിലാണ് റൈസോപ്പസും ന്യൂക്കറും. ആൽബ്യൂഗോ ബിലോങ് ചെയ്തിട്ടുള്ളത് ഏതിലാണ്? ഊമൈസീഡ്സിലാണ്. ഓക്കെ, ഊമൈസീഡ്സിലാണ് ആൽബ്യൂഗോ. പണ്ട് ട്രഡീഷണലി ഈ ഒരു സൈഗോ ആൻഡ് ഊമൈസീഡ്സ് കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഒരു ക്ലാസ് ആയിരുന്നു ഫൈക്കോമൈസീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവയിൽ കൊനീഡിയ പ്രസന്റ് അല്ല. ഓക്കെ, കൊനീഡിയ പ്രസന്റ് അല്ല, മറിച്ച് ഏതൊക്കെയാണ്? എപ്ലാനോസ്പോസും സൂസ്പോസും ഒക്കെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് ഗ്രൂപ്പ് ഷോസ് സൂസ്പോർ ഫോർമേഷൻ? താഴെ തന്നിരിക്കുന്നവയിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെയിം ക്യാരക്ടർ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സൂസ്പോർ ഫോർമേഷൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏതിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൂസ്പോർ എന്ന് പറയുന്നത് എന്താ ഒരു മൊട്ടൈൽ ആയിട്ടുള്ള സ്പോർ ആണ്. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. ഈ ഫൈക്കോമൈസീഡ്സിലാണ് ട്രഡീഷണലി ഇത് പറഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു ഫൈക്കോമൈസീഡ്സിന്റെ ഒരു ക്ലാസ് ആയിട്ട് വരുന്നത് ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ? പുതിയ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് ഊമൈസീഡ്സ് മാത്രമല്ല. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഊമൈസീഡ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. സീനോസൈറ്റിക് മൈസീലിയം ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് സീനോസൈറ്റിക് ആയിട്ടുള്ള മൈസീലിയം. ഈ ഒരു സീനോസൈറ്റിക് ആയിട്ടുള്ള മൈസീലിയം എന്തായിരുന്നു? അതായത് ഇതാണ് ഒരു ഹൈഫ എങ്കിൽ അവിടെ സെപ്റ്റാർ ഫോർമേഷൻ നടക്കുന്നില്ല അല്ലെ. സെപ്റ്റാർ ഫോർമേഷൻ നടക്കാതെ അവിടെ ഒരു മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ് ഉണ്ടാവുന്നത്. സെപ്റ്റാർ ഫോർമേഷൻ നടക്കാതെ അവിടെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ, അതായത് ന്യൂക്ലിയസ് ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ടാണ് വരുന്നതെങ്കിൽ, അസെപ്റ്റേറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സീനോസൈറ്റിക് മൈസീലിയം എന്ന് പറയുന്നത്. അവ കോമൺ ആയിട്ട് കാണുന്നത് സൈഗോമൈസീഡ്സിലാണ്. അപ്പൊ ഇവിടെ ആൻസർ വരിക റൈസോപ്പസ് ആണ്. അപ്പോൾ സീനോസൈറ്റിക് മൈസീലിയം എന്താണ്? അവിടെ ക്രോസ് വോൾ ഇല്ല, മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. സൈഗോമൈസീഡ്സിലാണ് കാണുന്നത്. ഇതിൽ റൈസോപ്പസ് ആണ് സൈഗോമൈസീഡ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഗ്രൂപ്പ്സ് നോക്കിയേ. ഈ ഒരു പെനിസിലിയം ആൻഡ് ആസ്പെർജില്ലസ് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പാണ്? ആസ്കോമൈസീഡ്സ് ആണ്. എഗാരിക്കസ് എന്ന് പറയുന്നത് എന്താ? മഷ്റൂം ആണല്ലേ, അത് ബെസിഡിയോമൈസീഡ്സ് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാ ക്ലാസ്സസും പഠിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നവയിൽ കറക്റ്റ് പേര് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. Mastigomycotina includes fungi with motile cells. Okay, Mastigomycotinയിൽ എന്താ ഫംഗസിലെ motile cells പ്രസന്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സെന്റൻസ് ശരിയാണോ? പഠിച്ചവർക്ക് അറിയായിരിക്കും. ആ ഒരു സെന്റൻസ് ശരിയാണ് അല്ലെ. മാസ്റ്റിഗോമൈക്കോട്ടിനയിലെ മൊട്ടൈൽ ആയിട്ടുള്ള സ്റ്റേജസ്, ഫ്ലജലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജസ് ആണ് കാണുന്നത്. രണ്ടാമത്തത് സൂസ്പോസ് ആർ പ്രസന്റ് ഇൻ മാസ്റ്റിഗോമൈക്കോട്ടിന. വളരെ ശരിയാണ്. മൊട്ടൈൽ ആയിട്ടുള്ള സൂസ്പോസ് ആണ് മാസ്റ്റിഗോമൈക്കോട്ടിനയിൽ കാണുന്നത്. മൂന്നാമത്തെ നോക്കി. സൈഗോമൈക്കോട്ടിന പ്രൊഡ്യൂസ് ഫ്ലജലേറ്റഡ് സ്പോർസ്. അല്ല, സൈഗോമൈക്കോട്ടിനയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താണ്? നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്പോർസ്. റൈസോപ്പസിലും ന്യൂക്കറും ഒക്കെയാണ് സൈഗോമൈക്കോട്ടിനേറ്റ് വരുന്നത്. അവയിൽ മോട്ടൈൽ ആയിട്ടുള്ള ഫ്ലജലേറ്റഡ് സ്റ്റേജസ് ഇല്ല. ഓക്കെ, നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്പൊറാഞ്ചോസ്പോർസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. നാലാമത്തെ നോക്കി. ഊമൈസീഡ്സ് ബിലോങ്സ് ടു മാസ്റ്റിഗോമൈക്കോട്ടിന. ഓക്കെ, വളരെ ശരിയാണ്. ഊമൈസീഡ്സ് മാസ്റ്റിഗോമൈക്കോട്ടിനയിലാണ്. എന്താ എലക്സോപൗലോസിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? എ ആണ്. സൈഗോമൈക്കോട്ടിനയിൽ മോട്ടൈൽ സ്പോർസ് ഇല്ല. ബാക്കി എല്ലാ ഓപ്ഷൻസും ശരിയാണ്.
ഓക്കെ, അപ്പൊ അഞ്ചാമത്തേത് ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ നോക്കിയേ, ബെസീഡിയോമൈസീറ്റ്സ് ലാക്ക് അസെക്ഷുവൽ സ്പോർസ് അല്ലെ. ബെസീഡിയോമൈസീറ്റ്സിൽ അസെക്ഷുവൽ സ്പോർസ് ലാക്ക് ആണ്, അല്ലെങ്കിൽ ഇല്ല. അതാണ് അസേർഷൻ. റീസൺ എന്ന് പറയുന്നത് ദേ പ്രൊഡ്യൂസ് ഓൺലി സെക്ഷുവലി. അങ്ങനെയാണോ? ആ രണ്ട് ഓപ്ഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ ഏതാണ് വരിക? അതായത് ബെസീഡിയോമൈസീറ്റ്സിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഡോമിനന്റ് ആണ്, അതായത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് മെയിൻ. അവയില് അസെക്ഷുവൽ സ്പോർസും പ്രസന്റ് അല്ല, പക്ഷെങ്കിൽ അവയില് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ള കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്ത് നോക്കിയേ. ദോ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ is dominant, ബെസീഡിയോസ്പോർസ് വഴിയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ബെസീഡിയോമൈസീറ്റ്സിൽ നടക്കുന്നത്. ചില ബെസീഡിയോമൈസീറ്റ്സിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും കാണുന്നുണ്ട്, പക്ഷെ എങ്ങനെയാണ്? ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. പക്ഷെ അവ സെക്ഷുവൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഇവിടെ കൊടുത്തേക്കുന്ന അസേർഷൻ ശരിയാണ് അല്ലെ, പക്ഷെ റീസൺ എന്ന് പറയുന്നത് ശരിയാണോ? ദേ റീപ്രൊഡ്യൂസ് ഓൺലി സെക്ഷുവലി ആണോ? അങ്ങനെയുള്ള ഓൺലി അല്ലെങ്കിൽ മോസ്റ്റ്ലി എന്നുള്ള വേർഡ് ഒക്കെ നോക്കിയിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഓൺലി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ല, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും പ്രസന്റ് ആണ്. അപ്പൊ ആൻസർ ഏതാണ് വരിക? സി ആണ്. അസേർഷൻ ട്രൂ ആണ്, റീസൺ ഫോൾസ് ആണ്. ഓക്കെ, then ആറാമത്തെ ക്വസ്റ്റ്യൻ ക്ലാമ്പ് കണക്ഷൻ ആണ്. ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്റെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് എന്റെ സ്ക്രീൻ ആയിട്ടും മുകളിലായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആയിട്ടും കമന്റ് ആക്സും ഒക്കെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ക്ലാമ്പ് കണക്ഷൻ ഹെൽപ്സ് ഇൻ, ക്ലാമ്പ് കണക്ഷൻ മെയിൻലി എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആൻസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലാമ്പ് കണക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് ഏതാണ്? ഡൈകാരിയോട്ടിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ എന്താണ് ഈ ഒരു ഡൈകാരിയോട്ടിക് കണ്ടീഷൻ എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് ഒരു ഹൈഫയിൽ സെപ്റ്റ ഫോർമേഷൻ നടന്നു. ഓരോ സെപ്റ്റയുടെ ഉള്ളിലും എത്ര ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും? 2 ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഈ ഒരു ഡൈകാരിയോട്ടിക് കണ്ടീഷൻ മെയിൻലി കാണുന്നത് ഏതിലൊക്കെയാണ്? ആസ്കോമൈസീറ്റ്സിലും ബെസീഡിയോമൈസീറ്റ്സിലും ആണെന്നും കൂടി ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ക്ലാമ്പ് കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലാമ്പ് കണക്ഷൻ മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് ബെസീഡിയോമൈസീറ്റ്സിലാണ്. ഞാൻ പറഞ്ഞു ഡൈകാരിയോട്ടിക് കണ്ടീഷൻ കാണുന്നത് ആസ്കോ ആൻഡ് ബെസീഡിയോമൈസീറ്റ്സിലാണ്. ക്ലാമ്പ് കണക്ഷൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ കാണുന്നത് ബെസീഡിയോമൈസീറ്റ്സിലാണ്. അപ്പൊ അവയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് n+n കണ്ടീഷൻ ആണല്ലോ. ആ ഒരു n+n കണ്ടീഷൻ സെൽ ഡിവിഷന്റെ സമയത്ത് ഈക്വൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടും ഡൈകാരി കണ്ടീഷൻ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലാമ്പ് കണക്ഷൻ ബെസീഡിയോമൈസീറ്റ്സ് ആണ്. ആ ഒരു ഡൈകാരിയോട്ടിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ആസ്കോ ആൻഡ് ബെസീഡിയോമൈസീറ്റ്സ് ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ പ്രൊഡ്യൂസസ് ബെസീഡിയോസ്പോർസ് എക്സോജീനസ്ലി? എക്സോജീനസ്ലി എന്ന് പറയുമ്പോൾ ബെസീഡിയോ കാർപ്പിന്റെ പുറമേ ആയിട്ട് അല്ലെ, അപ്പൊ എക്സ്റ്റേണൽ ആയിട്ട് ബെസീഡിയോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ എക്സോജീനസ് ആണോ എൻഡോജീനസ് ആണോ എന്ന് അറിയില്ലെങ്കിൽ കൂടി ഈ ഒരു ഓപ്ഷൻ നമ്മൾ ആൻസർ പറയാൻ പറ്റും. കാരണം ബെസീഡിയോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സെക്ഷുവൽ സ്പോർ ഏതിൽ കാണുന്നതാണ്? ബെസീഡിയോമൈസീറ്റ്സിലുള്ള സെക്ഷുവൽ സ്പോർസ് ആണ്. ഒരു ബെസീഡിയോമൈസീറ്റ്സിൽ ഒരു ഒറ്റ എക്സാമ്പിൾ മാത്രമേ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉള്ളൂ. അത് ഏത് മാത്രമാണ്? ഗാരിക്കസ് ആണ് അല്ലെ. ഗാരിക്കസ് ആണ് ബെസീഡിയോസ്പോർസ് എക്സോജീനസ് ആയിട്ട്, അതായത് സ്പോർസ് ഔട്ട്സൈഡ് ബെസീഡിയം എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ ഔട്ട്സൈഡ് ആയിട്ടാണ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബെസീഡിയോമൈസീറ്റ്സിന്റെ കീ ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് നമ്മൾ സ്ട്രക്ചർ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ ഒക്കെ ആ ഒരു ബെസീഡിയന്റെ അകത്ത് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചർ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഞാൻ ഇതിന്റെ ഒക്കെ ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് എന്റെ ക്ലാസ്സിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അഗാരിക്കസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത്, ബെസീഡിയോമൈക്കോട്ടിന ഷോ പ്രൊലോങ്ഡ് ഡൈകാരിയോട്ടിക് ഫേസ്. ഡൈകാരിയോട്ടിക് ഫേസ് ആരിൽ കാണുന്നുണ്ട്? ബെസീഡിയോമൈസീറ്റ്സിൽ കാണുന്നുണ്ട്. പ്രൊലോങ്ഡ് ആയിട്ടുള്ളതാണ്, ശരിയാണ്. ബെസീഡിയോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സോജീനസ് ആയിട്ടാണ്. നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തതാണ്, അതും ശരിയാണ്. ക്ലാമ്പ് കണക്ഷൻ പ്രസന്റ് ആയിട്ടുള്ളത് ക്ലാമ്പ് കണക്ഷൻ പ്രസന്റ് ആയിട്ടുള്ളത്
ബെസിഡിയോമൈസീഡ്സിലാണ്. സെക്ഷുവൽ സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ആസ്കൈ. ഇവിടെ ആക്ച്വലി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബെസിഡിയോമൈസീഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് കേട്ടോ. അത് മാറിപ്പോകരുത്. അപ്പൊ ഇവിടെ ബെസിഡിയോമൈസീഡ്സുമായിട്ട് കറക്റ്റ് ഏതൊക്കെയാ വരിക? 1, 2 and 3 ആണ് വരിക അല്ലെ. നാലാമത്തത് ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ആസ്കോമൈസീഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് പാരാസെക്ഷുവൽ സൈക്കിൾ, പാരാസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവ ഏതിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്? ഡ്യൂട്ടറോമൈസീഡ്സിൽ ഈ ഒരു പാരാസെക്ഷുവാലിറ്റി നടക്കുന്നുണ്ട്. രണ്ടാമത്തത്, ഇറ്റ് ഇൻവോൾവ് റീകോമ്പിനേഷൻ വിത്തൗട്ട് മിയോസിസ്. ഓക്കെ, എന്ത് തന്നെയാണ് പാരാസെക്ഷുവാലിറ്റി എന്ന് വെച്ചാൽ മിയോസിസ് നടക്കാതെ റീകോമ്പിനേഷൻ നടക്കുന്ന പ്രോസസ് ആണ്. ഓക്കെ, ഇവിടെ മിയോസിസ് മാത്രമേ നടക്കാണ്ടായിട്ടുള്ളൂ, അവിടെ കാരിയോഗമി നടക്കുന്നുണ്ട് അല്ലെ. കാരിയോഗമി എന്ന് പറയുന്നത് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് നടക്കുന്നില്ല? മിയോസിസ് നടക്കുന്നില്ല. അപ്പൊ ആൻസർ ഏതാണ് വരിക? 1, 2, 3 ആണ്. ഓക്കെ, പാരാസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. പത്താമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഈസ് കോൾഡ് ഇംപെർഫെക്റ്റ് സ്റ്റേജ്? താഴെ തന്നിരിക്കുന്നെങ്കിൽ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റേജ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ആൻസർ ഏതാണ് വരിക? അനാമോർഫ് ആണ് വരിക കേട്ടോ. അനാമോർഫ് ആണ് ആൻസർ ആയിട്ട് വരിക. അനാമോർഫ് ആണ് ഒരു അസെക്ഷുവൽ സ്റ്റേജ് ആണ് ഫംഗസിൽ. മെയിൻ ആയിട്ട് ഇംപെർഫെക്റ്റ് ഫംഗി ആയിട്ടുള്ള ഡ്യൂട്ടറോമൈസീഡ്സ് അല്ലെ, ആ ഒരു ഡ്യൂട്ടറോമൈസീഡ്സിൽ കാണുന്ന ഒരു ഇംപെർഫെക്റ്റ് സ്റ്റേജ് ആണ് അനാമോർഫി എന്ന് പറയുന്നത്. ബാക്കിയുള്ളതോ ടെലിയോമോർഫി എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെക്ഷുവൽ സ്റ്റേജ് ആണ് കേട്ടോ. ഹോളോമോർഫി എന്ന് പറയുന്നത് സെക്ഷുവലും അസെക്ഷുവൽ സ്റ്റേജും കൂടി ചേർത്തിട്ട് ആ ഒരു ഹോൾ ഫംഗസിൽ കാണുന്ന ഒരു റിപ്രൊഡക്റ്റീവ് സ്റ്റേജസിനെയാണ് ഹോളോമോർഫി എന്ന് പറയുന്നത്. സ്പോറോഫോർ എന്ന് പറയുന്നത് സ്പോർ ബിയറിംഗ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഇതൊരു ലൈഫ് സ്റ്റേജ് അല്ല കേട്ടോ, ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ഫേസ് അല്ല ഈ ഒരു സ്പോറോഫോർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11ാമത്തത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ്. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഫംഗൈ ആർ ഹെറ്ററോട്രോപിക് ഓർഗാനിസം. ഫംഗസ് ഹെറ്ററോട്രോപിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ് അല്ലെ. ആ ഒരു എന്താ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫംഗൽ സെൽ വോളിൽ കൈറ്റിൻ പ്രസന്റ് ആണ് അല്ലെ. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൾ ഫംഗൈ ആർ മൾട്ടി സെല്ലുലാർ ആണോ? എല്ലാ ഫംഗസും മൾട്ടി സെല്ലുലാർ ആണോ? അല്ല, നമ്മൾ വളരെ കോമൺ ആയിട്ട് അല്ലെ കാണുന്ന ഒരു യൂണി സെല്ലുലാർ ആയിട്ടുള്ള ഫംഗസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു അത്? ഈസ്റ്റ് അല്ലെ. ഈസ്റ്റ് എന്ന് പറയുന്നത് യൂണി സെല്ലുലാർ ആണ്. ഫംഗൈ സ്റ്റോർ ഗ്ലൈക്കോജൻ, ഇതും ശരിയാണ്. അപ്പൊ ആൻസർ ഏതാണ് വരിക? 1, 2, 4 ആണ് ശരി. സ്റ്റേറ്റ്മെന്റ് 3 റോങ് ആണ്. ഈസ്റ്റ് യൂണി സെല്ലുലാർ ആണ്. 12ാമത്തത് പാരാസെക്ഷുവാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പാരാസെക്ഷുവാലിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ ഡ്യൂട്ടറോമൈസീഡ്സിൽ നടക്കുന്നതാണ്. അവിടെ എന്ത് നടക്കില്ല? മിയോസിസ് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നതിൽ മിയോസിസ് വരില്ല. ഓൺലി അസെക്ഷുവൽ റിപ്രൊഡക്ഷൻ, ഓൺലി സെക്ഷുവൽ റിപ്രൊഡക്ഷൻ. പക്ഷെ ഇതിന് കറക്റ്റ് ആയിട്ട് ആ ഒരു പാരാസെക്ഷുവാലിറ്റിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് വരിക? പ്ലാസ്മോഗമി, അതായത് പ്രോട്ടോപ്ലാസം ഒരു സൈറ്റോപ്ലാസം തമ്മിലുള്ള എന്താ അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം തമ്മിലുള്ള ഫ്യൂഷൻ നടക്കുന്നുണ്ട്, കാരിയോഗമിയും നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ മിയോസിസ് നടക്കുന്നില്ല. അപ്പൊ ആൻസർ ഏതാണ് വരിക? പ്ലാസ്മോഗമി ആൻഡ് കാരിയോഗമി ആണ്. അതൊരു ജനറ്റിക് റീകോമ്പിനേഷൻ ആണല്ലേ, ഒരു ട്രൂ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നില്ല. സൈറ്റോപ്ലാസം തമ്മിലുള്ള ഫ്യൂഷൻ നടക്കുന്നുണ്ട് അല്ലെ, പ്ലാസ്മോഗമി. ന്യൂക്ലിയസ് തമ്മിലുള്ള ഫ്യൂഷൻ നടക്കുന്നുണ്ട്, കാരിയോഗമി. പക്ഷേ മിയോസിസ് മൈറ്റോസിസോ ഒക്കെ മൈറ്റോട്ടിക് റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്, മിയോസിസ് നടക്കുന്നില്ല. ഓക്കെ, മാറിപ്പോകരുത്, മിയോസിസ് നടക്കുന്നില്ല. Then 13ാമത്തത്, which fungus is heteroecious? Heteroecious എന്ന് പറയുമ്പോൾ രണ്ട് ഹോസ്റ്റിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ്, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ രണ്ടോ അതിൽ കൂടുതലോ ഹോസ്റ്റുകളിൽ അവയുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഹെറ്ററോഷ്യസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഡിഗ്രി ബേസ് ചെയ്തിട്ടേ പഠിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ആരായിരുന്നു? പക്സീനിയ ഗ്രാമിനിസ് എന്ന് പറയുന്നത്. പക്സീനിയ ഗ്രാമിനിസിന് എത്ര ഹോസ്റ്റ് ആണുള്ളത്? 2 ഹോസ്റ്റ് ഉണ്ട് അല്ലെ. വീറ്റ് സ്റ്റെം റസ്റ്റ് ഫംഗസ് ആയിട്ടുള്ള പക്സീനിയക്ക് 2 ഹോസ്റ്റ് ഉണ്ട്. ഒന്നാമത്തെ പ്രൈമറി ഹോസ്റ്റ് എന്ന് പറയുന്നത് വീറ്റ് ആണ്. അത് കൂടാതെ ഒരു ആൾട്ടർനേറ്റീവ് ഹോസ്റ്റ് ഉണ്ട്, അത് ബാർബറി ലീവ്സ് ആണ്. ഓക്കെ, ബാർബറി. ഓക്കെ, ഈ 2 സ്റ്റേജസിലായിട്ടാണ് അവയുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ കറക്റ്റ് മാച്ച് ആണ്. ഓക്കെ, അതിൽ എന്താ റീപ്രൊഡക്റ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് ബേസ് ചെയ്തിട്ടാണ്. ഒന്നാമത്തെ നോക്കിയേ, ആസ്പെർജില്ലസ് എന്ന് പറയുന്നത് സ്പൊറാഞ്ചിയോസ്പോർ ആണോ? അല്ല, സ്പൊറാഞ്ചിയോസ്പോർ അല്ല. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏത് മാത്രമാണ് ആൻസറിലോട്ട് പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പെനിസിലിയം കൊനീഡി ആണ് അല്ലെ, പെനിസിലിയം കൊനീഡി ആണ്. ആസ്പെർജില്ലസ് ആസ്കോമൈസീഡ്സിലും ബെസീഡിയോമൈസീഡ്സിലും മാത്രമേ കൊനീഡിയ പ്രസന്റ് ആയിട്ടുള്ളൂ. മ്യൂക്കർ എന്ന് പറയുന്നത് അല്ലെ, മ്യൂക്കർ എന്ന് പറയുന്നത് ഒരു എന്താ ഫൈക്കോമൈസീഡ്സ് ആണ് അല്ലെങ്കിൽ സൈഗോമൈസീഡ്സ് ആണ് അവയിൽ പ്രസന്റ് ആയിട്ടുള്ളത്. സ്പൊറാഞ്ചിയോസ്പോർ ആണ്, ഇവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ആസ്പെർജില്ലസ് എന്ന് പറയുന്നത് ഒരു ആസ്കോമൈസീഡ്സ് ആണ്, അവയിലും കൊനീഡിയ ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ബെസീഡിയോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ ബെസീഡിയോമൈസീഡ്സിൽ വരുന്ന അഗാരിക്കസ് എന്നൊക്കെ പറയുന്ന ഫംഗസ് ആണ് എന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം എന്റെ ചാനൽ പ്ലാന്റ് സാപ്പിയൻസ് എന്ന് പറയുന്ന ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.